എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് റേഷ്യോ ഓഫ് സൈഡ്സ്, അതായത് വശങ്ങളുടെ അംശബന്ധം. അപ്പോൾ അതിനു മുമ്പ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? അതായത് ഒരു സർക്കിളിലെ റേഡിയസും അതുപോലെ തന്നെ സെൻട്രൽ ആംഗിളും അറിയാമെങ്കിൽ ആ സർക്കിളിലെ ഒരു കോഡിന്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നാം പഠിച്ചു അല്ലേ? ആദ്യം നാം എന്ത് ചെയ്യും? ഇത്രയും ഭാഗത്തിന് നീളം കണ്ടുപിടിക്കും അല്ലേ? അതായത് ഇത്രയും ഭാഗത്തിന് ഇത് 90 ഡിഗ്രി അല്ലേ? ഇതിപ്പോൾ ആംഗിൾ മൊത്തം സി ആണെങ്കിൽ ഇത് സി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? C/2 അല്ലേ? ഇതിന്റെ പകുതി C/2. ഈ ചെറിയ ആംഗിൾ C/2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം എത്രയായിരിക്കും? R ഇൻറ്റു സൈൻ C/2 അല്ലേ? R ഇൻറ്റു സൈൻ C/2. C/2 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഇവിടെ എത്രയാണോ അത്രയും, 30 ആണെങ്കിൽ 30, 40 ആണെങ്കിൽ 40, അത്രയും ആംഗിൾ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം കിട്ടി. ഇതിന്റെ മൊത്തം നീളം കിട്ടാൻ നാം എന്ത് ചെയ്യണം? ഇതിനെ രണ്ടും കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2R സൈൻ C/2. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ ഞാണിന്റെ അല്ലെങ്കിൽ ഈ കോഡിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാനാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്കറിയാം, ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളുകൾ 45, 45 എന്നീ അളവുകളാണെങ്കിൽ അതിന്റെ വശങ്ങളുടെ അംശബന്ധം നമുക്കറിയാം അല്ലേ? ഈ 45 ഓപ്പോസിറ്റ് ഉള്ളത് 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 1 മീറ്റർ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? വലിയ വശം √2 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ അംശബന്ധമായിരിക്കും 1:1:√2. അത് നമുക്കറിയാം. ഇനി ഈ കോണുകളുടെ അളവ് 30, 60, 90 ആണെങ്കിലോ? 30ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ 1 ആണെങ്കിൽ എന്തായിരിക്കും? 90ക്ക് ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടിയായിരിക്കും അല്ലേ? 2. ഇത് 1 ആണെങ്കിൽ ഇത് 2. ഇനി ഇവിടെ എത്രയായിരിക്കും? 60ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഇതിനെ നാം √3 കൊണ്ട് ഗുണിക്കണം അല്ലേ? അതായത് 1 × √3. അപ്പൊ ഇവയുടെ സൈഡുകൾ, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്കറിയാം 1:√3:2 അല്ലെ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും അംശബന്ധങ്ങൾ, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്കറിയാം. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കിയേ. ഇവിടുത്തെ ആംഗിളുകൾ 55, 60, 65. ഇതിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത്, അല്ലെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ നീളം എന്ത്? ഇത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഈ വശം ഒരു സർക്കിളിന്റെ കോഡായിരുന്നുവെങ്കിൽ നമുക്ക് ആ കോഡിന്റെ നീളം കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഇതേ രൂപത്തിൽ നമുക്ക് ഈ കോഡിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ 3 വശങ്ങളും ഏതെങ്കിലും ഒരു സർക്കിളിന്റെ കോഡുകളാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയാനെ? ഈ വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് ഇതേ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റിയാനല്ലേ? പക്ഷേ ഇതെന്ത് ചെയ്യും? നമുക്ക് സർക്കിൾ വരയ്ക്കാൻ അറിയാം അല്ലേ? അതായത് പരിവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 മൂലകളും ഒരു സർക്കിളിലായിട്ട് അല്ലേ? ആ വരയ്ക്കുന്ന സർക്കിളിലാണ് നാം എന്ത് പറയുക? സർക്കിൾ എന്ന് പറയുക, അതായത് പരിവൃത്തം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിവൃത്തം വരയ്ക്കുകയാണെങ്കിൽ എന്തായി മാറും? ഈ 3 സൈഡുകളും ആ വൃത്തത്തിന്റെ ഞാണുകളായിട്ട് മാറും അല്ലേ? അപ്പൊ നമുക്ക് അതേ രീതിയിൽ ഒരു പരിവൃത്തം കൂടി വരച്ചു കൊടുത്താലോ? ഇപ്പൊ ഞാൻ നോക്കിയാൽ ഈ ട്രയാങ്കിൾ ഒരു സർക്കിൾ ഒരു പരിവൃത്തം വരച്ചു. ഇപ്പൊ എന്തായി മാറി? ഈ 3 സൈഡുകളും അല്ലെ ഈ സർക്കിളിന്റെ ഞാണുകളായി അല്ലെ, കോഡുകളായി മാറി. അപ്പൊ ഇത് ഒരു കോഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ABC എന്ന് പേര് കൊടുക്കാം. ABC. ഇപ്പൊ നോക്കിയേ, AB എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഒരു കോഡാണ് അല്ലെ? അതുപോലെ BCയും ഒരു കോഡാണ്, ACയും ഒരു കോഡാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതേ രൂപത്തിൽ ഇതിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? പറ്റും അല്ലേ? അതായത് ഇതിന്റെ നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ, ഈ പരിവൃത്തത്തിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഈ ABയുടെ നീളം എന്തായിരിക്കും? ഈ കോഡ് ഈ സെൻട്രൽ ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ. ഇപ്പൊ ഈ ആംഗിൾ അറിയാമെങ്കിൽ ഇതിന്റെ നീളം എത്രയായിരിക്കും? നമുക്കറിയാം 2R സൈൻ എത്ര വരും? ഈ ആംഗിളിന്റെ പകുതി അല്ലേ? സെൻട്രൽ ആംഗിളിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് 65. അപ്പൊ 65ന്റെ ഇരട്ടിയായിരിക്കും ഇവിടെ അല്ലേ? അതായത് 65ന്റെ ഇരട്ടി 130. അപ്പൊ 130ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 65 തന്നെ അല്ലേ? അപ്പൊ 2R സൈൻ 65. അപ്പൊ ഇതിന്റെ നീളം നമുക്ക് കിട്ടി 2R സൈൻ 65. അതേപോലെ ഇതിന്റെ BCയുടെ നീളം എന്തായിരിക്കും? 2R സൈൻ എന്ത് വരും? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെ? ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇതിന്റെ പകുതി, അതായത് ഇതിന്റെ പകുതിയാണ് 55 അല്ലേ? അപ്പൊ സൈൻ 55. ഓക്കെ. ഇനി ഇതിന്റെ നീളം എന്തായിരിക്കും? 2R സൈൻ എന്ത് വരും? അതായത് 60യുടെ ഇവിടെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടി 120 അല്ലേ? 120ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 60. അപ്പൊ 2R സൈൻ 60.
അപ്പോൾ നമ്മളിവിടെ ഒരു പരിവൃത്തം വരച്ചപ്പോൾ ഇതിന്റെ 3 വശങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇനി ഇവിടെ നോക്കിയേ, നമുക്കിവിടെ പരിവൃത്തം വരയ്ക്കാതെ തന്നെ ഇതിന്റെ നീളങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എന്താണ് ഇതിന്റെ നീളത്തിൽ എത്ര കിട്ടിയെന്ന് നോക്കിയേ, 2r sin 65 അല്ലേ? 65 എന്ന് പറഞ്ഞാൽ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലേ? അപ്പോൾ 2r 2 ഇൻറ്റു r ഇൻറ്റു റേഡിയസ് ഇൻറ്റു സൈൻ 65. ഇവിടെയാണെങ്കിലോ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ 55 അല്ലേ? അപ്പോൾ 2r സൈൻ 55. ഇതിൻ്റെ നീളോ 2r സൈൻ 60 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തു വേണം? റേഡിയസ് അറിയണം അല്ലേ? സർക്കിളിൻ്റെ റേഡിയസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 വശങ്ങളുടെയും നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കിവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വശങ്ങളുടെ റേഷ്യോ അല്ലേ? റേഷ്യോ നമ്മൾ 1:1:√2 എന്ന് പറഞ്ഞു. അതേ രൂപത്തിൽ ഇതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? നാം സാധാരണ റേഷ്യോ പറയുമ്പോൾ ഏറ്റവും ചെറുത് പിന്നെ വലുത് അല്ലേ? അങ്ങനെയാണ് നമ്മൾ റേഷ്യോ പറയുക. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് 55 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് റേഷ്യോ പറയുമ്പോൾ 55 ഡിഗ്രി, പിന്നെ എന്താണ് 60 ഡിഗ്രി, അടുത്തത് 65 ഡിഗ്രി അല്ലേ? ഓക്കെ, 55 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള വശം എത്രയാണെന്ന് നോക്കിയാൽ 2r സൈൻ 55 അല്ലേ? അപ്പോൾ അതിൻ്റെ നീളം 2r സൈൻ 55 അല്ലേ? ഇതിൻ്റെ ഈസ്റ്റു ഇനി 60 ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം എത്രയാണ്? 2r സൈൻ 60 ഈസ്റ്റു ഇനി 65 ഡിഗ്രി അല്ലേ? അതിന് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം എത്രയാണ്? 2r സൈൻ 65 അല്ലേ? ഇതാണ് റേഷ്യോ. ഇനി നോക്കിയാൽ ഇതിൽ കോമൺ ആയിട്ട് ഇതൊക്കെ ഉണ്ട്. 2r ഇതിലുണ്ട്, 2r ഇതിലുണ്ട്, 2r ഇതിലുണ്ട് അല്ലേ? 3 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തായിരിക്കും? സൈൻ 55 ഈസ്റ്റു സൈൻ 60 ഈസ്റ്റു സൈൻ 65. അപ്പം ഇതാണ് റേഷ്യോ. അപ്പോൾ നോക്കിയാൽ ഈ ത്രികോണത്തിലെ വശങ്ങളുടെ റേഷ്യോ എന്ത് വന്നു? അതിന് ഓപ്പോസിറ്റുള്ള ആംഗിളിൻ്റെ സൈൻ എടുത്താൽ മതി അല്ലേ? അപ്പോൾ സൈൻ 55 ഈസ്റ്റു സൈൻ 60 കണ്ട, ഈസ്റ്റു സൈൻ 65. ഇനി എല്ലാവരും ഇതിൻ്റെ വശങ്ങളുടെ നീളവും അതുപോലെ തന്നെ ഈ വശങ്ങളുടെ റേഷ്യോ ഒന്ന് വേണമെന്ന് പറഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ? ഈ 50ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2r. ഈ വശത്തിൻ്റെ നീളം 2r സൈൻ 50 അല്ലേ? സൈൻ 50. ഓക്കെ, ഇനി ഈ വശത്തിൻ്റെ നീളം എന്തായിരിക്കും? 2r സൈൻ 70 അല്ലേ? ഇനി ഈ വശത്തിൻ്റെ നീളം എന്തായിരിക്കും? 2r സൈൻ എത്രയാണ്? 60. കണ്ടില്ലേ? അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വശങ്ങളുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അംശബന്ധം ചോദിച്ചാലോ? നമുക്കറിയാം അല്ലേ? 2r എല്ലാത്തിനും 2r ഉണ്ട്. അപ്പോൾ നമ്മൾ 2r ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഏറ്റവും ചെറിയതാണ് 50 ആണ് അല്ലേ? അപ്പോൾ സൈൻ ഇതിൻ്റെ വശത്തിൻ്റെ റേഷ്യോ സൈൻ 50 ഈസ്റ്റു സൈൻ അടുത്ത ചെറുതേതാണ് 60 അല്ലേ? അപ്പോൾ സൈൻ 60 ഈസ്റ്റു ഏറ്റവും വലുത് സൈൻ 70. അതായത് ഈ കോണുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള വശങ്ങളുടെ റേഷ്യോ എന്തായിരിക്കും? സൈൻ 50 ഈസ്റ്റു സൈൻ 60 ഈസ്റ്റു സൈൻ 70. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കിയേ, ഈ ത്രികോണത്തിൽ 3 കോണുകളുടെ അളവ് എന്താണ്? 90 ഡിഗ്രിക്ക് താഴെയാണ് 3 കോണുകൾ അല്ലേ? ഇനി നമുക്ക് ഒരു ആംഗിൾ 90 ഡിഗ്രിക്ക് മുകളിലാണെന്ന് വിചാരിക്കാം അല്ലേ? നമുക്ക് 3 ട്രയാങ്കിൾ അറിയാം. ഒന്നുകിൽ 3 അളവുകൾ എന്തായിരിക്കും? 90 ഡിഗ്രിക്ക് താഴെ, അതല്ലെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിക്ക് മുകളിൽ, അതല്ലെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പം അങ്ങനെ 3 ട്രയാങ്കിളെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആംഗിൾ 90 ഡിഗ്രിക്ക് മുകളിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രികോണം. ഇവിടെ നോക്കിയ ആംഗിൾ 30 ഡിഗ്രി, 40 ഡിഗ്രി, 110 ഡിഗ്രി അല്ലേ? അതായത് ഒരു ആംഗിൾ 90-നേക്കാൾ കൂടുതൽ. അപ്പോൾ ഇവിടെ നോക്കിയ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെയായിരിക്കും? 2r ഇതിൻ്റെ നീളം 2r സൈൻ 30 അല്ലേ? ഇതിൻ്റെ നീളം നമുക്ക് കിട്ടി 2r സൈൻ 30. ഇതിന് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം എന്തായിരിക്കും? 2r സൈൻ എത്രയാണ്? 40. അത് നമുക്കറിയാം. ഇനി ഇതിന് ഓപ്പോസിറ്റുള്ള വശം എന്തായിരിക്കും? 2r സൈൻ 110 അല്ലേ? 110. പക്ഷെ എന്താണ് ഇവിടെ വിഷയം? 110 ഡിഗ്രി അല്ലേ? സൈൻ 110 നമുക്ക് നമ്മുടെ ടേബിളുണ്ടോ? ഇല്ല. അപ്പോൾ നാം എന്ത് ചെയ്യും? അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു സർക്കിൾ ഒന്ന് വരച്ചു നോക്കാം.
അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ ഇതിൻ്റെ സർക്കിൾ പരിവൃത്തം വരച്ചു അല്ലേ. ഇപ്പം നമുക്ക് ഈ 30ക്ക് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം അറിയാം, 40ക്ക് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം അറിയാം. ഇനി നമുക്ക് 110 ആണ്, ഇവിടെയാണ് വിഷയം അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡ് ഈ സർക്കിളിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിളാണ് 110 ഡിഗ്രി അല്ലേ, 110 ഡിഗ്രി. പക്ഷേ 110 ഡിഗ്രി നമുക്ക് എന്താണ്, 110 ഡിഗ്രിയുടെ സൈൻ നമുക്ക് ടേബിളിൽ കിട്ടില്ല. അപ്പോൾ നോക്കിയേ, ആ കോഡ് തന്നെ ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്തൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതേ കോഡ് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 110, ഇനി ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. സർക്കിളിൻ്റെ ഈ ഭാഗത്ത് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അത് എത്രയായിരിക്കും? നമുക്കറിയാം, ചക്രീയ ചതുർഭുജങ്ങളാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലേ, അനുപൂരങ്ങളായിരിക്കും അല്ലേ. അതായത് ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 180 വരും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 180യിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 180 മൈനസ് 110 അല്ലേ, 110 ഡിഗ്രി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 70 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ഈ ആംഗിൾ 70. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കോഡ് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിളുകളാണ്, ഒന്ന് 110 ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് 70 ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതായത് സൈൻ 110 ഡിഗ്രി എന്ന് പറഞ്ഞാലും സൈൻ 70 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം തന്നെയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിവിടെ സൈൻ 110 പകരം എന്ത് കൊടുക്കാം? സൈൻ 70 അല്ലേ. അപ്പോൾ നമുക്കിവിടെ സൈൻ 70. അപ്പോൾ ഇവിടെ നമുക്ക് 3 വശങ്ങളുടെ നീളം കിട്ടി അല്ലേ. ഇനി റേഷ്യോ നോക്കിയാൽ 30 ഡിഗ്രി, പിന്നെ 40 ഡിഗ്രി, അടുത്തത് 110 ഡിഗ്രി അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ത് വരും? ഈ 2r ഒക്കെ ക്യാൻസൽ ആയിപ്പോയി അല്ലേ. ബാക്കി എന്ത് വരും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈൻ 30 ഈസ് ടു 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈൻ 40 ഈസ് ടു 110 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈൻ 70. അപ്പോൾ നാം ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 90 ഡിഗ്രിക്ക് മുകളിലാണ് ഒരു ആംഗിൾ എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ വശം കാണാൻ നാം എന്ത് ചെയ്യണം? ഈ ആംഗിളിനെ 180ൽ നിന്ന് മൈനസ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആംഗിൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങൾ എന്തായിരിക്കും, അല്ലെങ്കിൽ വശങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ 40, ഇവിടെ 50. അങ്ങനെയാണെങ്കിൽ ഈ വശങ്ങളുടെ നീളം എന്തായിരിക്കും? ഇവ തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? നമുക്ക് 40ക്ക് ഓപ്പോസിറ്റുള്ള വേഗം എഴുതാൻ അറിയാം അല്ലേ. എന്തായിരിക്കും? 2r സൈൻ 40. അതിൻ്റെ നീളം നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റോ 2r സൈൻ 50 അല്ലേ. അതും നമുക്ക് എളുപ്പം എഴുതാം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം എന്തായിരിക്കും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെയും ഒരു സർക്കിൾ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാനൊരു സർക്കിൾ വരച്ചു അല്ലേ. ഇതിൻ്റെ സർക്കിൾ വരച്ചു. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അതായത് വൃത്തങ്ങളും കോണുകളും അല്ലേ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ 90 ഡിഗ്രി ആവണമെങ്കിൽ ഇത് എപ്പോഴും എന്തായിരിക്കണം? ഒരു സെമി സർക്കിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇത് സെമി സർക്കിൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് വൃത്തത്തിൻ്റെ ഡയമീറ്റർ ആയിരിക്കും അല്ലേ, അതായത് വ്യാസമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഈ നീളം എന്താണ്? വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും. ഇത് 90 ആണെങ്കിൽ ഇത് വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും, ഡയമീറ്റർ ആയിരിക്കും. അതായത് ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസിൻ്റെ ഇരട്ടി അല്ലേ. അപ്പോൾ ഇവിടുത്തെ നീളം എത്രയായിരിക്കും? 2r, റേഡിയസിൻ്റെ ഇരട്ടി. അപ്പോൾ ഇതിൻ്റെ നീളം 2r സൈൻ 40, ഇതിൻ്റെ നീളം 2r സൈൻ 50 ആണെങ്കിൽ ഇതിൻ്റെ നീളം എത്രയായിരിക്കും? 2r ആയിരിക്കും. നമുക്ക് ഈ 2r അല്ലേ, ഇപ്പോൾ a ആണെന്ന് വിചാരിക്കുക. ഈ നീളം a ആണ്, അതായത് 2rന് പകരം നമ്മൾ a എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് 2rന് പകരം a ഇൻറ്റു സൈൻ 40 എന്ന് എഴുതാം അല്ലേ, a ഇൻറ്റു സൈൻ 40. ഇവിടെയോ 2rന് പകരം എന്ത് എഴുതാം? a സൈൻ 50. a എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഡയമീറ്റർ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ത് വരും? 40ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? a സൈൻ 40. ഇവിടെ a സൈൻ 50, ഇവിടെ a അല്ലേ. അപ്പോൾ നമുക്ക് 3ലും a ഉണ്ട്, 3 ക്യാൻസൽ ആയി പോയി ബാക്കി എന്ത് വരും? സൈൻ 40. ഇതിൻ്റെ റേഷ്യോ സൈൻ 40 ഈസ് ടു സൈൻ 50 ഈസ് ടു ഈ a അല്ലേ. a കോമൺ ആണ്, a നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 1. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ 3 കോണുകളും 90 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ 2r സൈൻ എക്സ് അല്ലേ ഇതിൻ്റെ നീളം. ഇവിടെ നോക്കിയാൽ y ആണെങ്കിൽ 2r സൈൻ y, ഇതിന് ഓപ്പോസിറ്റ് 2r സൈൻ z അല്ലേ.
അപ്പോൾ ഇത് ഓക്കെ. ഇനി ഇവിടെ നോക്കിയാൽ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഈ y ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് 2r sin y, ഇവിടെയാണെങ്കിൽ 2r sin z. ഇതൊക്കെ സെയിം തന്നെ. പക്ഷേ ഇവിടെ എന്തായിരിക്കും, എക്സിന് ഈ 90 ഡിഗ്രിക്ക് മുകളിലുള്ള ഈ കോണിൻ്റെ ഓപ്പോസിറ്റുള്ള വശത്തിന് നീളം എന്തായിരിക്കും, 2r sin എന്തായിരിക്കും, 180ൽ നിന്ന് എക്സ് കുറയ്ക്കുക. കണ്ടില്ലേ, 180 മൈനസ് എക്സ്, അതായത് 180ൽ നിന്ന് ഇതിപ്പോൾ 110 ആണെങ്കിൽ 110 കുറച്ചിട്ട് അതിൻ്റെ സൈൻ. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നോക്കിയാൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വശം 2r അല്ലേ. 2r എന്ന് പറയുന്നത് എന്താണ്, 2rന് പകരം നമുക്ക് എന്ത് എഴുതാം, 2r എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഇരട്ടി അല്ലേ, അതായത് ഡയമീറ്റർ. അപ്പോൾ നമുക്കിവിടെ a ആണെന്ന് വിചാരിക്കുക. a ആണെങ്കിൽ ഈ വശം എന്തായിരിക്കും, a ഇൻറ്റു സൈൻ y അല്ലേ. അപ്പോൾ 2r sin y ആണ്, അതിന് പകരം a sin y. ഇവിടെയാണെങ്കിലോ a ഇൻറ്റു സൈൻ z. അപ്പോൾ ഈ നീളം എപ്പോഴും ഡയമീറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ 2rന് പകരം a എന്ന് കൊടുത്തു അല്ലേ, ഡയമീറ്ററിന് പകരം a എന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 118 2 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇതിൽ നോക്കിയാൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സർക്കിൾ അല്ലെ, പരിവൃത്തവും അതിൽ വരച്ചിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ മറ്റു 2 വശങ്ങളുടെ നീളവും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ ഒരു പേര് കൊടുത്തു, ABC. ഇതിൽ 2 ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെ ആംഗിൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ C എന്ത് വരും, ആംഗിൾ C = മൊത്തം 180. അപ്പോൾ 180ൽ നിന്ന് എത്ര കുറയ്ക്കണം, 55ഉം 40ഉം കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 180ൽ നിന്ന് 95 കുറയ്ക്കണം അല്ലേ. 180ൽ 95 കുറച്ചാൽ ബാക്കി എത്ര വരും, 85 അല്ലേ. അപ്പോൾ 85. അപ്പോൾ നമുക്ക് ആംഗിൾ C കിട്ടി 85 ഡിഗ്രി. അപ്പോൾ ആദ്യം നമ്മൾ അത് കണ്ടുപിടിച്ചു. ഇനി നോക്കിയേ, നമുക്കിവിടെ ഒരു വശത്തിൻ്റെ നീളം നമുക്കറിയാം അല്ലേ, 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം 2r സൈൻ എത്രയാണ്, 85 അല്ലേ. അപ്പോൾ 2r sin 85 = 4. അതായത് AB നീളം നമുക്കിവിടെ തന്നിട്ടുണ്ട്, AB = 4 സെൻറ്റിമീറ്റർ. അപ്പോൾ AB എന്ന് പറയുന്ന ഒരു കോഡ് കൂടിയാണ് അല്ലേ, കോഡാണ് ഇതിൻ്റെ. അതുകൊണ്ട് 2r sin 85 = 4. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 2rൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ അല്ലേ. 2r = 4 sin 85 അല്ലേ. sin 85 അടിയിൽ പോയി ഹരിക്കനായി മാറി. = എന്ത് വരും, 4 ഹരിക്കണം sin 85. sin 85ൻ്റെ വാല്യൂ ഒന്ന് നോക്കി പറഞ്ഞെല്ലാവരും, 0.9962 അല്ലേ, 62. അപ്പോൾ 2rൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്, 4/0.9962 അല്ലേ. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഇതിനെ ഈ 2 അല്ലേ 3 സ്ഥാനം കഴിഞ്ഞിട്ട് 2നെ നമുക്ക് ഒഴിവാക്കാൻ തരാം, ചെറുതല്ലേ, 5നേക്കാൾ ചെറിയ സംഖ്യ ആയതുകൊണ്ട് അതിന് നമ്മൾ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 4 ഹരിക്കണം, അല്ലെങ്കിൽ ഹരിക്കണമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വരും, 996 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 0.996 അല്ലേ. അപ്പോൾ ഇവിടെ 3 സ്ഥാനം എനിക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 3 0 അതായത് 1000 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയും 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 1000 കൊണ്ട് ഗുണിക്കുന്നു, നമ്മൾ ഇവിടെയും നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, 4000 ഈ പോയിന്റ് പോയി അല്ലേ, 996 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേഗം ഒന്ന് ഹരിച്ചു നോക്കാം. ഇവിടെ 4000, ഇവിടെ 996 അല്ലേ, അതായത് 1000ൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം പോകും, 4 പ്രാവശ്യം തന്നെ പോകും അല്ലേ. അപ്പോൾ 4 കൊണ്ട് ഇതിനെ ഗുണിച്ചിട്ട് നമുക്ക്, അപ്പോൾ 6 4 24, ബാക്കി 2 9 4 36 38 അല്ലേ, ബാക്കി 3 9 4 36 3 39. ഓക്കെ. ഇനി കുറയ്ക്കുമ്പോഴോ 6 1 അല്ലേ. ഓക്കെ. ഇനി നമുക്ക് അരക്കിടാൻ ഒന്നുമില്ല അല്ലേ, അതുകൊണ്ട് നമ്മൾ എൻ്റെ പോയിന്റ് ഇട്ടു, ഒരു 0 ചേർത്ത് കൊടുത്തു, 160 കിട്ടി. 160നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ ഒരു 0 കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 0 ചേർത്തു. ഇനി 1600 966 അല്ലേ, ഒരു പ്രാവശ്യം തന്നെ പോകുള്ളൂ. അപ്പോൾ 1996 66 അല്ലേ, സോറി 96. അപ്പോൾ എത്ര വരും ബാക്കി, 4 0 6 അല്ലേ, 6. അപ്പോൾ നമ്മൾ ഒരു 0 കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ 6000 അല്ലേ, 6000 ഇവിടെ 1000ൻ്റെ അടുത്ത്. അപ്പോൾ എത്ര പ്രാവശ്യം പോകും, 6 പ്രാവശ്യം തന്നെ പോകുള്ളൂ. അപ്പം 6 × 6 36, ബാക്കി 3 9 6 54 3 57, ബാക്കി 5 54 5 59. ഓക്കെ. അപ്പോൾ നമുക്ക് 3 സ്ഥാനത്തിനുണ്ട് അല്ലേ, അപ്പോൾ അത് മതി. അപ്പോൾ 2r =
4.016 അല്ലേ. അപ്പോൾ 2r എന്ന് പറയാൻ എന്താണ്? 2r എന്ന് പറഞ്ഞിട്ട് റേഡിയസിൻ്റെ ഇരട്ടി അല്ലേ, അതായത് ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 4.016 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് വശങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ. ഒന്ന് ബി സി. അപ്പോൾ എഴുതാം ബി സി ഈക്വൽ ടു, ബി സി എന്താണ്? 2r സൈൻ ബി സി ആണ് കാണുന്നത്. സൈൻ ഏതായിരിക്കും? 55 അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് 55 ഈക്വൽ ടു 2r അല്ലേ. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 2r ഡയമീറ്റർ കണ്ടുപിടിച്ചു. 4.016 ഇൻറ്റു സൈൻ 55, അതിൻ്റെ വാല്യൂ ഒന്ന് നോക്കിയേ, എത്ര കിട്ടി? 0.8192 അല്ലേ, 92. അപ്പോൾ ഇവ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബി സിയുടെ നീളം കിട്ടും. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3 സ്ഥാനം അല്ലേ. പിന്നെ ഇവിടെ 5-നേക്കാൾ ചെറുതല്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി ഇതുകൊണ്ട് ഗുണിച്ചൊന്ന് നോക്കാം. നമുക്കിവിടെ എല്ലാം ഗുണിക്കാണ്ട് സമയമില്ല അല്ലേ. സമയം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഗുണിച്ചു നോക്കാം. എത്ര കിട്ടി നിങ്ങൾക്ക്? 3.289 അല്ലേ, 3.289 സെൻറ്റിമീറ്റർ. ഇതാണ് ബി സിയുടെ നീളം. ഇനി എ സിയുടെ നീളം കണ്ടുപിടിക്കണം അല്ലേ. എ സി ഈക്വൽ ടു 2r സൈൻ, എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ എത്രയാണ്? സൈൻ 40 ഈക്വൽ ടു 2rൻ്റെ വാല്യൂ നമുക്കറിയാം 4.016 ഇൻറ്റു സൈൻ 40 എത്രയാണെന്ന് നോക്കിയേ, 0.6428 അല്ലേ. അപ്പോൾ ഇതൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ 1, 2, 3 സ്ഥാനം കഴിഞ്ഞിട്ട് 8 ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ മതി 0.64, ഈ രണ്ടിനെ നമുക്ക് 3 ആക്കി എഴുതാം. ഇവിടെ 8 ആയതുകൊണ്ട് ഒന്ന് കൂട്ടി എഴുതി ഇതിൻ്റെ കൂടെ അല്ലേ. അപ്പോൾ 0.643 അങ്ങനെ ഇട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 2.582 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയും നേരത്തെ അതേപോലത്തെ ചോദ്യം തന്നെയാണ് അല്ലേ. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ 55ഉം 25ഉം എത്രയായി? 80. 80 ആകുമ്പോൾ ഇത് എത്രയായാലും ഇവിടെ 100 ഡിഗ്രി അല്ലേ, 100 ഡിഗ്രി. 180ൽ നിന്ന് 80 കുറച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രി. ഇനി ഇവിടെ നോക്കിയാൽ എ ബിയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ ബിയുടെ നീളം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. 2r സൈൻ എത്രയാണ്? സൈൻ അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 100. അപ്പോൾ ഇവിടെ 100 ആയതുകൊണ്ട് 90 ഡിഗ്രിയേക്കാൾ മുകളിലാണെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം പറഞ്ഞു 180ൽ നിന്ന് 100 കുറയ്ക്കണം അല്ലേ. അപ്പോൾ സൈൻ 180 മൈനസ് 100 അല്ലേ. 180ൽ നിന്ന് 100 കുറച്ച് കിട്ടുന്ന ആംഗിൾ ഈക്വൽ ടു 4. അപ്പോൾ 2r സൈൻ 180 മൈനസ് 100 എത്രയാണ്? 80 ഈക്വൽ ടു 4. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നാം എന്ത് ചെയ്യണം? 100ൽ നിന്ന് 180ൽ നിന്ന് 100 കുറച്ചിട്ട് കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 2r സൈൻ 80 ഈക്വൽ ടു 4. അപ്പോൾ അതിൽ നമുക്ക് 2rൻ്റെ വാല്യൂ കിട്ടൂലേ. 2r ഈക്വൽ ടു 4 ബൈ സൈൻ 80 ഈക്വൽ ടു 4 ബൈ അല്ലേ. സൈൻ 80യുടെ വാല്യൂ എത്രയാണ്? ആ ടേബിൾ നോക്കാം. 0.9848 അല്ലേ, 9848. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു 4 ബൈ ഇവിടെ 0.9848 അല്ലേ. 1, 2, 3 സ്ഥാനം കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കി എന്താണ്? ഇവിടെ 8 ആണുള്ളത് അല്ലേ. അതായത് 5-നേക്കാൾ മേലെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ഇതിൽ കൂടി 1 കൂട്ടാം. അതായത് 4നെ 5 ആക്കി എഴുതാം. അപ്പോൾ എന്ത് വരും? 0.985 അങ്ങനെ എഴുതിയാൽ മതി. ഇനി നമുക്ക് പോയിന്റ് കളയാൻ വേണ്ടി 1, 2, 3 സ്ഥാനം അല്ലേ 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെയും 1000 കൊണ്ട് ഗുണിക്കുന്നു, നമ്മൾ ഇവിടെയും 1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? ഈക്വൽ ടു 4000 ബൈ ഈ പോയിന്റ് പോയി അല്ലേ, 985. അപ്പം നമ്മൾ 2rൻ്റെ വാല്യൂ ആണ് അല്ലേ, 2r. അപ്പോൾ വേഗം ഒന്ന് ഹരിച്ചു നോക്കിയാൽ 4000 ഹരിക്കണം 985 അല്ലേ, അതായത് 1000 കണക്കൂട്ടും. അപ്പോൾ 4000ൽ എത്ര 1000 ഉണ്ടായിരിക്കും? 4000. ഇനി 4 × 5 20, ബാക്കി 2, 4 × 32 34, ബാക്കി 3, 9 × 3 9 × 4 36, 3 39. ഇനി കുറയ്ക്കുമ്പോഴോ 0 6 അല്ലേ, 60 കിട്ടി. ഇനി പോവില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയിന്റ് ഇട്ടു, 0 ചേർത്തു. ഇനിയും പോവില്ല അല്ലേ, അപ്പോൾ നമ്മൾ 0 ചേർത്തു, ഇവിടെയും ഒരു 0 ചേർത്തു. ഇനി 6000 അല്ലേ, ഇത് 1000 എന്ന് വിചാരിക്കുക. അപ്പോൾ 6000 എത്ര 1000 ഉണ്ട്? 6. ഇനി 6 × 5 ബാക്കി 3,
6 8 48 3 51 5 ബാക്കി 5 96 54 5 59 അല്ലേ 59. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 9 അല്ലേ 90 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മളൊരു 0 ചേർത്തു. നമ്മൾ 0 ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു 0 ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ 900 ഇവിടെ 985 അല്ലേ, എപ്പോഴും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത്ര മതി, നമുക്ക് 3 സ്ഥാനം നമ്മൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ അത്ര മതി. സീക്വൽ ടു എന്ത് വരും 4.06 അല്ലേ, ഈ 0 നമ്മൾ ഒഴിവാക്കുക, 0 അല്ലേ. അപ്പോൾ നമുക്ക് 2R എന്ന് പറയുന്നതാണ് ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ കിട്ടി 4.06 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് മറ്റു വശങ്ങൾ കാണണ്ടേ. ബി സി സീക്വൽ എന്ത് വരും 2R സൈൻ BC ആണ് കാണുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ 55 അല്ലേ, സീക്വൽ ടു 2R നമുക്ക് കിട്ടി 4.06 ഇൻറ്റു സൈൻ 55. എൻ്റെ വാല്യൂ നോക്കിയാൽ എത്ര കിട്ടും നോക്കിയാൽ 0.8192. ഓക്കെ, ഇവിടെ നോക്കിയാൽ 1 2 3 സ്ഥാനം കഴിഞ്ഞിട്ട് 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം 2 നമുക്ക് മാറ്റി നിർത്താം, ബാക്കിയുള്ളത് കൊണ്ട് ഗുണിച്ച് നോക്കാം. എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും 3.325 അല്ലേ, 325 അത്ര സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത വശം AC സീക്വൽ ടു 2R സൈൻ AC അല്ലേ, ആംഗിൾ എത്രയാണ് 25 സീക്വൽ ടു 2R എന്ന് പറഞ്ഞാൽ 4.06 ഇൻറ്റു സൈൻ 25. വാല്യൂ എത്രയാണ് 0.4226. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, ഈ 6 ആണ് ഇവിടെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എഴുതാം, അതായത് 0.423 എന്ന് എഴുതാൻ മതി അല്ലേ, ഇത്രയും കുടിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയേ 1.717 അല്ലേ, ഇത്ര സെൻറ്റിമീറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. നമുക്കിതിൽ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.